ജഗന്നാഥൻ എന്നാൽ ലോകത്തിന്റെ നാഥൻ എന്നാണ് അർത്ഥം. എന്നാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്ന ആ പരമപുരുഷന് ഒരു കുസൃതി നിറഞ്ഞ സ്വഭാവമുണ്ടായിരുന്നു. വർഷത്തിലൊരിക്കൽ നടക്കുന്ന രഥയാത്രയുടെ നാളിൽ അവിടത്തേക്ക് തന്റെ രഥത്തിലേക്ക് എഴുന്നള്ളേണ്ടതുണ്ട്. ലോകത്തെ മുഴുവൻ നയിക്കുന്ന ആ ജഗദീശ്വരൻ അന്ന് മാത്രം സ്വയം നടന്നു പോകില്ല. ക്ഷേത്രത്തിലെ പൂജാരിമാരുടെ തോളുകളിൽ കൈകളൂന്നി അവർ താങ്ങിപ്പിടിച്ചുകൊണ്ട് മാത്രമേ പിച്ചവെച്ച് നടന്നു വരൂ. അന്ന് രഥയാത്രയുടെ ദിവസമായിരുന്നു. ആദ്യം ജഗന്നാഥന്റെ ജ്യേഷ്ഠനായ ബലഭദ്രൻ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. അദ്ദേഹം വളരെ നല്ലൊരു കുട്ടിയെപ്പോലെയായിരുന്നു. ആരോടും ഒരു കുസൃതിയും കാണിക്കാതെ മനോഹരമായി തുള്ളിച്ചാടി നേരെ ചെന്ന് തന്റെ രഥത്തിൽ ഉപവിഷ്ടനായി. അടുത്തതായി വന്ന അനുജത്തി സുഭദ്രാദേവിയാകട്ടെ ഏവർക്കും വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. പൂജാരിമാർ ആ ദേവിയെ ഒരു കൊച്ചുകുഞ്ഞിനെയെന്ന പോലെ വളരെ പതുക്കെ കൈകളിലേന്തി സ്നേഹത്തോടെ അവളുടെ രഥത്തിൽ കൊണ്ടുപോയി ഇരുത്തി. ദേവിക്ക് പിന്നാലെ വന്ന സുദർശനനും യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെ ശാന്തനായി തന്റെ രഥത്തിലേക്ക് എഴുന്നള്ളി. അവസാനം നമ്മുടെ ജഗന്നാഥന്റെ ഊഴമെത്തി. 500-ലധികം ഭക്തർ ഭഗവാനെ രഥത്തിലേക്ക് ആനയിക്കാനായി വടങ്ങളുമായി തയ്യാറായി നിന്നിരുന്നു. അവിടെയാണ് യഥാർത്ഥ ലീലകൾ ആരംഭിച്ചത്. ജഗന്നാഥൻ നേരെ രഥത്തിലേക്ക് എഴുന്നള്ളിയില്ല. അദ്ദേഹം പൂജാരിമാരുടെ തോളിലേക്ക് ചാരി നിന്നുകൊണ്ട് ഒരു തവണ മുന്നോട്ട് വരും, മറുതവണ പിന്നോട്ട് പോകും, പെട്ടെന്ന് വലതുഭാഗത്തേക്ക് ചായും, പിന്നീട് ഇടതുഭാഗത്തേക്ക് ചായും. അവിടുത്തെ ഈ നൃത്തലീലകൾ കണ്ട് പൂജാരിമാർ ആകെ വശം വിട്ടുപോയി. ജഗന്നാഥനെ കട്ടിയുള്ള വടങ്ങളാൽ ബന്ധിച്ച് താങ്ങി പിടിച്ചിട്ട് പോലും ഭഗവാൻ തന്റെ കുസൃതി വിളയാട്ടുകൾ നിർത്തിയില്ല. അവിടെയുണ്ടായിരുന്ന പൂജാരിമാർ ചിരിച്ചുകൊണ്ട് ആ രഹസ്യം വെളിപ്പെടുത്തി. ചില സമയങ്ങളിൽ ജഗന്നാഥൻ ഒരു ചെറിയ പഞ്ഞിപ്പുതപ്പ് പോലെ അത്രമേൽ ഭാരം കുറഞ്ഞവനായി മാറും. അപ്പോൾ അവിടുത്തെ എഴുന്നള്ളിക്കുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ ചിലപ്പോഴാകട്ടെ ഒരു വലിയ പർവ്വതത്തെ പോലെ ഭാരമേറിയവനായി മാറും. പൂജാരിമാരുടെ മേൽ സ്നേഹത്തോടെ ചാരി വീണ് അവരെ അത്രമേൽ പരീക്ഷിക്കും. അന്ന് അവിടെയുണ്ടായിരുന്ന ഭക്തരെല്ലാം ജഗന്നാഥന്റെ ഈ മനോഹരമായ ലീലകൾ കണ്ട് ഭക്തിപരവശരായി കൈകൂപ്പി പ്രാർത്ഥിച്ചു.